പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ചിട്ടിരുന്ന വ്യോമപാത തുറന്ന് ബഹ്റൈൻ. വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ സിവിൽ ഏവിയേഷൻ കാര്യാലയം അനുമതി നൽകിയിരിക്കുന്നു. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. റഹീസ്, വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോൾ തൊട്ട്, എങ്ങനെയാണ് വിവരങ്ങൾ? എന്തായാലും ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം തന്നെ മലയാളികളടക്കമുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം പകരുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം എപ്പോഴാകും ഈ ബഹ്റൈന്റെ ഇത്തരത്തിൽ ഈ വ്യോമപാത തുറക്കുക എന്നുള്ളത് വളരെയധികം പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഒരു ചോദ്യമാണ്. അത് വ്യോമപാത തുറക്കാനായി ഇപ്പോൾ സിവിൽ ഏവിയേഷൻ കാര്യാലയത്തിന്റെ അനുമതി ലഭിച്ചിരിക്കുകയാണ്. വിമാന സർവീസുകൾ തൊട്ടടുത്ത ദിവസം മുതൽ ഉണ്ടാകും എന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായി വരുന്നത്. ഇനി ഓരോ വിമാന കമ്പനികളും അവരവരുടെ സർവീസുകൾ ഷെഡ്യൂൾ ചെയ്യണം. അപ്പോൾ എന്തായാലും ഈ 28-ാം തീയതി ഫെബ്രുവരി 28-ന് ഈ സംഘർഷം ആരംഭിക്കുന്ന സമയത്ത് ഇറാന്റെ ആക്രമണം തുടങ്ങുമ്പോൾ തന്നെ അടച്ചിട്ട ഒരു വ്യോമപാതയാണ്. നേരത്തെ ഇത്തരത്തിൽ പല വ്യോമപാതകളും അടച്ചിട്ടിരുന്നു. പിന്നീട് അത് തുറന്ന് സർവീസുകളൊക്കെ നടത്തി. UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഏതാണ്ടൊക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്ന തരത്തിൽ സർവീസുകൾ തുടരുമ്പോൾ ഈ തരത്തിൽ ബഹ്റൈൻ വിമാനത്താവളം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഒപ്പം തന്നെ കുവൈറ്റ് വിമാനത്താവളം അടച്ചിട്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെയും ഉണ്ട്. എന്തായാലും അതിനൊരു അറുതി വന്നിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ സർവീസുകൾ ഉണ്ടാകും എന്നുള്ള ഒരു അറിയിപ്പാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഏതൊക്കെ സർവീസുകൾ ഏതൊക്കെ സമയത്ത് ഉണ്ടാകും, ഒപ്പം തന്നെ ഏതാണ്ട് നോർമൽ ഒരു രീതിയിലായിരിക്കുമോ, ഷെഡ്യൂൾ പ്രകാരമായിരിക്കുമോ സർവീസ് എന്ന കാര്യത്തിലൊന്നും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഒരു അരമണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിട്ട് വിമാന കമ്പനികൾ ഉടൻ തന്നെ ഏതൊക്കെ ഫ്ലൈറ്റുകൾ ഉണ്ടാകും എന്നുള്ളത് അറിയിക്കുമെന്നാണ് കരുതുന്നത്. മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.